നിങ്ങൾ സിഡ്നിയിലേക്ക് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ പുതിയ ഓസ്ട്രേലിയൻ സീരീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഐ ആം സച്ചിൻ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോ സീരീസ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സിഡ്നിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, എങ്ങനെയാണ് നമ്മൾ ഇവിടെ ട്രാവൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ട്രാവൽ ചെയ്യാൻ വേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് നോക്കാം. സിഡ്നിയിൽ ലാൻഡ് ചെയ്ത ഉടൻ നമുക്ക് ട്രാവൽ ചെയ്യാൻ കുറേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ട്രെയിൻസ് ഉണ്ട്, മെട്രോ, ഫെറി, ലൈറ്റ് റെയിൽ, ബസ്സസ്, ഇതുപോലെ കുറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുകൂടാണ്ട് പ്രൈവറ്റ് ആയി നോക്കുവാണെങ്കിൽ നമുക്ക് ക്യാബ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പബ്ലിക് ട്രാൻസ്പോർട്ട്സിൽ ട്രെയിൻസും ബസ്സസും ആണ് മോസ്റ്റ് പോപ്പുലർ വൺസ്. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, കാരണം ഇതിന്റെ നെറ്റ്വർക്ക് വളരെ വലുതാണ്. സിഡ്നിയിൽ ലാൻഡ് ചെയ്യുന്ന ആൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ മോഡ്സിലൊന്നും ലിക്വിഡ് ക്യാഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന പോലെ ടിക്കറ്റിംഗ് സിസ്റ്റം അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. പകരം ഇവിടെ ഓപ്പൽ കാർഡ് എന്നൊരു കാർഡാണ് യൂസ് ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ ഒരു ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റേഷനിലൊരു ടിക്കറ്റ് കൗണ്ടറോ അല്ലെങ്കിൽ ബസ്സിൽ ഓടി നടന്ന് ടിക്കറ്റ് എടുക്കുന്ന ഒരു കണ്ടക്ടർ ചേട്ടനോ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. അതിന് പകരം ഇവിടെ ഒരു ഓപ്പൽ റീഡറാണ് ഉള്ളത്. ഈ നമ്മുടെ ഓപ്പൽ കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ കൊണ്ടുപോയി അവിടെ ടാപ്പ് ചെയ്താൽ നമ്മുടെ വാലറ്റിൽ നിന്ന് അവർ ഓട്ടോമാറ്റിക്കലി ക്യാഷ് ഡെബിറ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഓപ്പൽ കാർഡ് എങ്ങനെ നമ്മൾ വാങ്ങുമെന്ന് നോക്കാം. ഓപ്പൽ കാർഡ് എയർപോർട്ടിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ശേഷം തന്നെ നമുക്ക് പോയി ഓപ്പൽ കാർഡ് വാങ്ങാവുന്നതാണ്. എയർപോർട്ടിൽ തന്നെ റെയിൽവേ സ്റ്റേഷനും കണക്റ്റഡ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഓപ്പൽ കാർഡ് എടുത്താൽ നമുക്ക് നേരെ പോയി ട്രെയിൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് 7-Eleven അല്ലെങ്കിൽ ഈസി മാർട്ട് പോലുള്ള കൺവീനിയൻസ് സ്റ്റോഴ്സിലും, വൂൾവേർട്സ് അല്ലെങ്കിൽ കോൾസ് അതുപോലുള്ള സൂപ്പർ മാർക്കറ്റ്സിലും, പിന്നെ പോസ്റ്റ് ഓഫീസിലും ന്യൂസ് ഏജൻസിയിലും ഒക്കെ നമുക്ക് ഓപ്പൽ കാർഡ് ലഭിക്കുന്നതാണ്. ഓൺലൈനായും ഓപ്പൽ കാർഡ് നമുക്ക് വാങ്ങാവുന്നതാണ്. ഓൺലൈൻ ബുക്ക് ചെയ്താൽ ഇത് നമ്മുടെ അഡ്രസ്സിലേക്ക് എത്തിച്ചേരും. വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സർവീസ് NSWയിൽ പോയി നമുക്ക് വാങ്ങാവുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലെ അക്ഷയ പോലുള്ള ഒരു സെന്ററാണ്. നമുക്കിനി എങ്ങനെ ഓപ്പൽ കാർഡ് ടോപ്പ് അപ്പ് ചെയ്യാൻ നോക്കാം. നമ്മളൊരു ഓപ്പൽ കാർഡ് വാങ്ങുമ്പോൾ ആദ്യം തന്നെ ഒരു മിനിമം എമൗണ്ട് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ കാർഡ് തരിക. ഫോർ എക്സാമ്പിൾ ഒരു $10 മറ്റോ ആയിരിക്കും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി അത് ടോപ്പ് അപ്പ് ചെയ്യാം. അവിടെ ഒരു കൗണ്ടർ ഉണ്ടാവും, വേർ യു ക്യാൻ ടോപ്പ് അപ്പ് ഇറ്റ്. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായി ചെയ്യാം. ഓൺലൈൻ ഓപ്പൽ ആപ്പ് ഉണ്ട്. ഓപ്പൽ ആപ്പ് വഴി നമുക്ക് കാർഡ് ലിങ്ക് ചെയ്ത ശേഷം നമുക്കത് ടോപ്പ് അപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡ് നമുക്ക് ഓപ്പൽ കാർഡിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സെയിം ചാർജസ് ആണ് ഡെബിറ്റ് കാർഡിൽ നിന്നും ഈടാക്കുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരേ കാർഡ് വെച്ച് വേണം ടാപ്പ് ഇന്നും ടാപ്പ് ഓഫും ചെയ്യാം. നമുക്ക് ഓപ്പൽ കാർഡിന്റെയും ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിന്റെയും ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ഓപ്പൽ കാർഡ് ടാപ്പ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്ക് അവിടെ സ്ക്രീനിൽ എത്ര എമൗണ്ട് കട്ടായെന്ന് കാണാൻ പറ്റും. വേറെ നമ്മൾ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ പറ്റില്ല. അതൊരു 3 ദിവസം കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ബാങ്കിന്റെ ആപ്പിൽ റിഫ്ലക്ട് ആവുക. പിന്നെ ഒരു കാര്യം, ഓപ്പൽ കാർഡ് ഫിസിക്കലായി കൊണ്ടു നടക്കണം. വേറെ നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ആണെങ്കിൽ നമുക്കത് ഫിസിക്കലി കൊണ്ടു നടക്കണ്ട, നമ്മുടെ ഡിജിറ്റൽ വാലറ്റിൽ ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ, സാംസങ് പേ അല്ലെങ്കിൽ ആപ്പിൾ വാലറ്റിൽ ആഡ് ചെയ്താൽ നമുക്കത് ഫോണിലൂടെ കൊണ്ടു നടക്കാം. ഏജും വേറെ ക്രൈറ്റീരിയയും വെച്ച് പലവിധ ഓപ്പൽ കാർഡ്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ചിൽഡ്രൻസിനും സീനിയർ സിറ്റിസൺസിനും വേറെ തന്നെ ഓപ്പൽ കാർഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് അതിൻ്റെതായ കൺസെഷൻസും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ പറഞ്ഞ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈടാക്കുന്ന ചാർജസ് ഡിസ്റ്റൻസ് ബേസ്ഡ് ആയിരിക്കും. അതുകൂടാണ്ട് ഇവിടെ ഡെയിലി ലിമിറ്റ് അല്ലെങ്കിൽ ഡെയിലി ക്യാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത്ര എമൗണ്ടേ ഒരു ദിവസം മാക്സിമം കട്ടാക്കത്തുള്ളൂ. അതിനുശേഷം എത്ര ട്രാവൽ ചെയ്താലും ട്രാവൽ ചാർജസ് ഫ്രീ ആയിരിക്കും. ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് വീക്കെൻഡ്സും വീക്ക് ഡേയ്സും ഡിഫറെന്റ് ആയിരിക്കും. മൺഡേ ടു തേഴ്സ്ഡേ ആണ് ഇവിടെ വീക്ക് ഡേ കൺസിഡർ ചെയ്യുക. ഫ്രൈഡേ ടു സൺഡേ വീക്കെൻഡ്സ് ആയിട്ടും കൺസിഡർ ചെയ്യും. ഒരു അഡൾട്ടിന് വീക്ക് ഡേ ട്രാവൽ ചെയ്യാൻ $18.7 വീക്കെൻഡിൽ ട്രാവൽ ചെയ്യാൻ $9.35 ആണ് ഈടാക്കുന്നത്. അതുപോലെ ഒരു വീക്കിൽ മാക്സിമം $50 ആണ് ഇവിടെ ഈടാക്കുന്നത്. ഇവിടെ ട്രാൻസ്പോർട്ടിൽ പീക്ക് ഹവേഴ്സ് ആൻഡ് നോൺ പീക്ക് ഹവേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് രാവിലെ 6:30 AM to 10 AM 3 PM തൊട്ട് 7 PM പീക്ക് ഹവേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയുള്ള ടൈമൊക്കെ നോൺ പീക്ക് ഹവേഴ്സ് ആണ്. അപ്പോൾ നോൺ പീക്ക് ഹവേഴ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ 30% ഡിസ്കൗണ്ട് വരെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ഡോളർ സേവ് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് വേണം ട്രാവൽ ചെയ്യാൻ.
പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടാപ്പിംഗ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം ടാപ്പിംഗ് ചെയ്യാണ്ട് ട്രാവൽ ചെയ്താൽ 200 തൊട്ട് 550 വരെ ഫൈൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൂടാണ്ട് ടാപ്പിംഗ് ചെയ്ത് ടാപ്പ് ഓഫ് ചെയ്യാനും മറക്കരുത്. ബിക്കോസ് അവിടെയും നമുക്കൊരു ചെറിയ ഫൈൻ വരുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിവിടെ 3 ഓപ്ഷൻസ് ആണ് ബേസിക്കലി അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഗൂഗിൾ മാപ്സ്, പിന്നെ ഓപ്പലിന്റെ ആപ്പ് അവൈലബിൾ ആണ്. അതുകൂടാണ്ട് ട്രിപ്പ്യൂൽ ആയിട്ടുള്ള ഒരു ആപ്പും കൂടിയുണ്ട്. അപ്പൊ ഈ 3 ആപ്സ് വഴി നമുക്ക് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് സിഡ്നിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ മോഡ്സിനെ കുറിച്ച് കൂടുതൽ അറിയാം. സോ അണ്ടിൽ ദെൻ, ദിസ് ഈസ് സച്ചിൻ സൈനിങ് ഔട്ട്. We'll be right back.